ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡിൻസി, സ്ഥലം തൃപ്പൂണിത്തുറ. ഇതെൻ്റെ മക്കളാണ് ഫൗസ്റ്റീന, ഫിൽബർട്ട് ഓഫ് ഫേബിൾ. ബോയ്സ് ട്വിൻസാണ്. ഈ കുട്ടികൾക്ക് 2 വയസ്സ് മുതൽ വിട്ടുമാറാത്ത പനി വരുമായിരുന്നു. പനി വന്നാൽ 3 പേരും ഒരുമിച്ച് 20 ദിവസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എല്ലാ മാസവും ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റൽ ബില്ല് 1 ലക്ഷത്തിന് മുകളിൽ വരുമായിരുന്നു. കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എപ്പോഴും നോർമലായിരുന്നു. മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. കൂടാതെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ കുട്ടികൾക്ക് അപ്പോൾ പനി വരും. ഈ സിറ്റുവേഷനിലാണ് 2024 ഡിസംബറിൽ ഞാൻ ഇവിടെ ഏകദിനത്തിന് വരുന്നത്. ആരാധനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞു, വിട്ടുമാറാത്ത പനി വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കുടുംബത്തിന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പല തകർച്ചകളും ആ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഈ സെയിം ഡേ റാഫേൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി. അച്ഛൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള മെസ്സേജാണ് മുൻപ് വിളിച്ചു പറഞ്ഞതെന്ന്. കൂടാതെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു. ആ കൗൺസിലിംഗ് വലിയ അനുഭവമായിരുന്നു. കൗൺസിലിംഗ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത പല കാര്യങ്ങളും ബ്രദർ പറഞ്ഞു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അതെല്ലാം കറക്റ്റായിരുന്നു. കൗൺസിലിംഗിൽ എനിക്ക് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജിലൊന്നാണ്, എൻ്റെ ഫാമിലിയായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അവരോട് അകലം പാലിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ പ്രശ്നങ്ങളെല്ലാം കുർബാനയിലും അത്ഭുത ജപമാലയിലും സമർപ്പിച്ചു. വീടിന് ചുറ്റും പെഞ്ചിരിച്ച കല്ലുപ്പിട്ട് കുന്തിരിക്കം പുകച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിട്ടുമാറാത്ത പനിയുള്ള 4 വയസ്സ് പ്രായമുള്ള ഇരട്ട സഹോദരന്മാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ 3 മക്കൾക്കും ഇതുവരെ വിട്ടുമാറാത്ത പനി വന്നിട്ടില്ല. ഇപ്പോൾ കുറേ നാളായില്ലോ അല്ലേ? ഇപ്പം എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. 2024 ഉണ്ടായതാണ്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ, ഇതൊന്നും കേട്ടിട്ട് കരങ്ങളടിക്കാൻ തോന്നുന്നില്ലേ? പ്രൈസലോ. ഓക്കെ. 3-ാമത്തെ സാക്ഷ്യം, എനിക്ക് 2 വർഷമായിട്ട് വിട്ടുമാറാത്ത പല്ലുവേദന ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു, പല്ലിന് ക്ലിപ്പിട്ടിരിക്കുന്ന ഒരു മകളുടെ പല്ലുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അന്നു മുതൽ എനിക്ക് പല്ലുവേദന ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം തന്ന റാഫേൽ അച്ഛനും എൽ റുഹ ടീമിനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ.